ഹായ് ഗൈസ്, ഇന്ന് അത്തപ്പൂക്കള എട്ടാമത്തെ ദിവസമായി. ഇന്ന് പൂരാട ദിനമാണ്. ഇന്നത്തെ പൂക്കളം ഇടിയിലെ കുളമാകുമെന്ന് തോന്നുന്നു. കാരണം എന്നെ കാണാനായിട്ട് എൻ്റെ ഒരു ചേട്ടൻ, എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട്. അങ്ങനെ വിവിധ തരം പരിപാടികളാണ്. പിന്നെ എനിക്ക് ഓണക്കോടി ഇതുവരെ എടുത്തിട്ടില്ല, അപ്പോൾ ഓണക്കോടി എടുക്കുക. അപ്പം ഇന്ന് ഫുൾ ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ പൂക്കളം ഇടാൻ പോകുന്നത്. സക്സസ് ആവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പതിവ് പോലെ പൂക്കളെല്ലാം സെറ്റാക്കി വെക്കുക. അപ്പോൾ ഓരോന്നും എടുത്ത് നമ്മൾ കട്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മൾ റോസാപ്പൂ നടുക്ക് വെച്ച് തുടങ്ങി. അപ്പോൾ ഇന്നലത്തെ ഡിസൈനൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നിട്ട് നമ്മൾ റോസാപ്പൂ നമ്മളിപ്പം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5-6 റോസാപ്പൂവുണ്ട്. അപ്പോൾ അത് നമ്മൾ സെൻറ്ററിലാക്കി നല്ലോണം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിലാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെ ഓരോ റോസാപ്പൂവും പറക്കി ഓരോന്ന് എടുത്തെടുത്ത് നല്ല രീതിക്ക് നടുക്ക് നമ്മൾ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഏതാ എടുക്കുന്നതെന്ന് അറിയാവോ? അടുത്തത് നമ്മൾ ജമന്തിപ്പൂവാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് അത് നല്ലോണം കട്ട് ചെയ്ത് എന്നിട്ട് അത് നമ്മൾ ഈ റോസാപ്പൂവിന് ചുറ്റും നല്ല അടിപൊളിയാക്കി സെറ്റാക്കി നല്ല രീതിക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ജമന്തിപ്പൂവുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല വട്ടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൂക്കളം കണ്ടില്ലേ? റോസാപ്പൂവിൻ്റെ ആ റെഡും പിന്നെ ആ ഓറഞ്ച് ജമന്തിപ്പൂവിൻ്റെ ആ ഓറഞ്ചും കൂടെ നല്ല അടിപൊളി ആക്കി നമ്മൾ നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ താണ്ട ആ ജമന്തിപ്പൂവെല്ലാം അങ്ങോട്ടാക്കി. ഇനി നമ്മൾ നല്ല ഒരു വട്ടത്തിലാക്കി നല്ല അടിപൊളി പൂക്കളമാക്കി എടുക്കുക. നല്ല സെറ്റാക്കി എടുക്കുക. നമ്മുടെ പൂക്കളം നല്ല റൗണ്ട് ഷേപ്പിലാക്കുക. അപ്പോഴത്തേക്ക് വേറെ ഡിസൈനൊന്നുമില്ല, നമ്മൾ ഓരോ വട്ടത്തിലാക്കുക. കണ്ടില്ലേ? ഇപ്പം നല്ല അടിപൊളി ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ മഞ്ഞ നമ്മുടെ കൊങ്ങിണിപ്പൂ എടുത്ത് അങ്ങനെ അത് നമ്മൾ നല്ലോണം കട്ട് ചെയ്ത് അതും നമ്മൾ വട്ടത്തിൽ സെറ്റാക്കി വെക്കുക. നമ്മൾ കണ്ടില്ലേ? നമ്മൾ ഇനി കൊങ്ങിണിപ്പൂ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കുക. അതും ഒരു വട്ടമാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ഭംഗിയാവും. അങ്ങനെ നമ്മൾ നല്ലതായിട്ടൊരു പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല ഒരു വട്ടമാക്കി നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ സ്പീഡ് പൂക്കൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അതും നല്ല പെർഫെക്റ്റ് ഷേപ്പിലാക്കി എടുക്കുക. ഇനി അതും നമ്മൾ നല്ലൊരു വട്ടമാക്കി അടിപൊളിയാക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പൂക്കളം ഇടുന്നതിൻ്റെ ഇടയിൽ ആരും വന്നിട്ടില്ല. ആരെങ്കിലും വന്ന് നമ്മുടെ വീഡിയോ കുളമായി പോവും. അങ്ങനെ വന്ന ഗസ്റ്റുകളെല്ലാം തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആരും വരത്തില്ല എന്നുള്ള പ്രതീക്ഷയോടെ പെട്ടെന്ന് പൂക്കളം ഇട്ട് ഞാൻ തീർക്കുക. ഈ പൂക്കളം ഇട്ടിട്ട് വേണം എനിക്ക് ഓണത്തിൻ്റെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ ആർക്കും ഓണക്കോടിയൊന്നും മേടിച്ചില്ലായിരുന്നു. അത് കാരണം പെട്ടെന്ന് ഈ പൂക്കളം ഇട്ടിട്ട് വേണം തുണിക്കടയിലോട്ട് ഓടാനായിട്ട്. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയാക്കി മഞ്ഞ പൂ ഒരു വട്ടവും കൂടെ ഉണ്ടാക്കി. ഇനി അടുത്ത പൂ എടുക്കാനായിട്ട് ഞാൻ ഓടി. അടുത്തത് ഏത് കളറാണെന്നറിയത്തില്ലേ? അടുത്തത് ജമന്തിപ്പൂ ഒരുപാട് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതും കൂടെ നല്ലതായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജമന്തിപ്പൂ അത് ഒരുപാട് കിട്ടിയായിരുന്നു നമുക്ക് ജമന്തിപ്പൂ. അപ്പോൾ അതെല്ലാം നല്ല പോലെ നമ്മൾ കട്ടാക്കി നല്ലോണം സെറ്റാക്കി അതും ഒരു വട്ടം. അപ്പോൾ ഒരു വട്ടം ഇട്ടപ്പോൾ തന്നെ അത് നല്ലോണം അത് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ലോണം സ്പ്രെഡാക്കി അതും നല്ല രീതിക്ക് അങ്ങനെ നമ്മുടെ ജമന്തിപ്പൂവും കൂടി ഇട്ടപ്പോൾ നമ്മുടെ പൂക്കളം നല്ല സൂപ്പർ ആവുന്നുണ്ട്. അങ്ങനെ പതുക്കെ ജമന്തിപ്പൂവും കൂടെ ഇട്ട് നല്ല അടിപൊളിയാക്കി. അങ്ങനെ അതും ഇനി അതിപ്പോൾ സ്പ്രെഡായിരിക്കുക. നല്ലോണം നല്ലൊരു ഷേപ്പിൽ നല്ലൊരു വട്ടമാക്കി എടുക്കണം. ഇനി നെക്സ്റ്റ് ടൈം കുറച്ച് ഡിസൈനൊക്കെ കണ്ടുപിടിച്ച് ഈ വട്ടം മാറിയിട്ട് നമുക്ക് കുറച്ച് പൂവിൻ്റെ ഇതളൊക്കെ ആയിട്ട്, അതാണ് എൻ്റെ പ്ലാൻ. ഇനി നെക്സ്റ്റ്
ടൈം ഇനി ഇടുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ഡിസൈനൊക്കെ വരച്ച് നല്ല അടിപൊളി പൂക്കളം ഇനി ഉണ്ടാക്കണം. ഇപ്പം എന്തായാലും വട്ടമാണെങ്കിലും നല്ല ഭംഗിയാണ് നമ്മുടെ പൂക്കളം എപ്പോഴും ഭയങ്കര ഭംഗിയല്ലേ. പൂക്കളൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ആ കളറെല്ലാം കൂടെ ചേർന്ന് അങ്ങനെ നല്ല ജമന്തി പൂവെല്ലാം ഇട്ട് നമ്മുടെ പൂക്കളം കണ്ടില്ലേ നല്ല സെറ്റായി. അപ്പോഴത്തേക്ക് നമ്മുടെ റോസാപ്പൂവും എല്ലാം കൂടെ നല്ല അടിപൊളി. ഇനി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇനിയുണ്ട് കുറച്ച് മഞ്ഞപ്പൂവും കൂടെ റിമൈനിങ് ആണ്. അങ്ങനെ അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പൂക്കളം ഒരു മിക്സാക്കി ഇപ്പോൾ ഇടുക. കണ്ടില്ലേ മഞ്ഞ നമ്മുടെ കൊങ്ങിണിപ്പൂവും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇട്ടപ്പോൾ നമ്മുടെ പൂക്കളം കണ്ടില്ലേ കുറച്ച് വലിയ പൂക്കളമായിട്ട് മാറി. അപ്പോഴത്തേക്ക് ഈ മഞ്ഞയും ഓറഞ്ചും പിന്നെ നടുക്ക് നമ്മുടെ റോസാപ്പൂവിൻ്റെ കളറും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളി നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മുടെ പൂക്കളം വരുവാണ്. അങ്ങനെ നല്ല അടിപൊളിയാക്കി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ പൂക്കളം കുറച്ചും കൂടെ ഒരു വലിയ പൂക്കളമായിട്ട് മാറി. ഞാൻ വിചാരിച്ചൊരു ചെറിയ പൂക്കളമായിരുന്നു ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിൽ. കാരണം നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകണ്ടേ, ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പക്ഷേ ഇത്രയും പൂ വന്നില്ല. അപ്പോൾ അത് വെറുതെ വേസ്റ്റാക്കി കളയാൻ തോന്നുന്നില്ല. അത് കാരണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പൂക്കളും നമ്മൾ നല്ലോണം സെറ്റാക്കി കണ്ടില്ലേ. നമ്മുടെ പൂക്കളം കുറച്ചും കൂടെ വലുതാക്കി നമ്മൾ നല്ല അടിപൊളിയാക്കി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതും നല്ലതായിട്ട് ആ സ്പ്രെഡായി പോയതെല്ലാം മാറ്റി നല്ല സൂപ്പറായിട്ട് വട്ടമാക്കി നല്ല അടിപൊളിയാക്കി നല്ല സൂപ്പർ പൂക്കളം ആക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ടില്ലേ നമ്മുടെ പൂക്കളം കണ്ടില്ലേ നല്ല ഭംഗിയായി. ഇനിയിപ്പം എല്ലാ പൂവും കൂടെ ഒതുക്കി നല്ല ഒരു വട്ടമാക്കി നമ്മൾ നല്ല സൂപ്പറാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നല്ല ഭംഗിയുള്ളൊരു പൂക്കളമായിട്ട് മാറിക്കൊണ്ട് ഇരിക്കുക. അങ്ങനെ നമ്മൾ പൂക്കളം ആ മഞ്ഞപ്പൂ കൊങ്ങിണിപ്പൂ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടില്ലേ കുറേ നേരം എടുത്ത് അങ്ങനെ നല്ലോണം നമ്മൾ സെറ്റാക്കി. ഇപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായി നല്ല ഭംഗിയായി. അപ്പം ആ കളർ കോമ്പിനേഷൻ മഞ്ഞയും ആ ഓറഞ്ചും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനായി. പിന്നെ മറ്റൊരു പ്ലാനും കൂടെ എനിക്ക് മനസ്സിൽ വന്ന് കുറച്ച് വാടാമുല്ലയുണ്ട്. അപ്പോൾ ആ വാടാമുല്ലയും കൂടെ ഞാൻ ഓരോ പ്ലേസിലും ഇങ്ങനെ വട്ടത്തിലിങ്ങനെ വെച്ച് വാടാമുല്ല. അപ്പോഴത്തേക്ക് നല്ല നമ്മുടെ പൂക്കളം കണ്ടില്ലേ നല്ല അടിപൊളി നല്ല സൂപ്പറായി നല്ല അടിപൊളി പൂക്കളമാക്കി ഞാൻ മാറ്റി. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ റിമൈനിങ് കുറേ മിക്സ്ചർ ആയിട്ട് പല പല പൂക്കളെല്ലാം കൂടെ ഇതളായിട്ട് ഉണ്ടായിരുന്നു. അത് എല്ലാ പൂവും ഉണ്ട്. അപ്പോഴത്തേക്ക് അത് ഒരു ലെയറായിട്ട് വെക്കാം. നമ്മുടെ വാടാമുല്ല വെച്ചപ്പോൾ തന്നെ നമ്മുടെ പൂക്കളം നല്ല സൂപ്പറായി. പിന്നെ നമ്മൾ ദാണ്ട ഈ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ എല്ലാ പൂവുണ്ട് അതെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ ചുറ്റും നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തു. അങ്ങനെ അതും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പൂക്കളം നല്ല ഫൈനൽ ലുക്കിലേക്ക് വരും. അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ധൃതി പിടിച്ച് നല്ല സൂപ്പറാക്കി. എന്നാലും നമ്മുടെ പൂക്കളം നല്ല ഭംഗിയാക്കിയിട്ടേ എവിടെ ആണെങ്കിലും പോകത്തുള്ളൂ. നമ്മൾ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ പൂക്കളത്തിനാണ്. അങ്ങനെ നല്ല അടിപൊളിയാക്കി നമ്മൾ ചുറ്റും നല്ല ഔട്ട്ലൈൻ പോലെ നല്ല അടിപൊളിയാക്കിയെടുത്ത്. കണ്ടില്ലേ നമ്മുടെ പൂക്കളം നമ്മളെ 8ാമത്തെ ദിവസത്തെ പൂരാട ദിനത്തിലെ പൂക്കളം നല്ല അടിപൊളി നല്ല സൂപ്പർ പൂക്കളമാക്കി നല്ല അപ്പോൾ അങ്ങനെ 8ാമത്തെ ദിവസം നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ച്. അങ്ങനെ നമ്മുടെ പൂക്കളം നല്ല അടിപൊളി നല്ല സൂപ്പർ പൂക്കളമാക്കി മാറ്റിയെടുത്തു. ഹായ് ഗൈസ്, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വന്നു, ഗസ്റ്റ് വന്നു, വർക്ക് വന്നു, അങ്ങനെ ഒരുപാട് വർക്ക് വന്നിട്ടും പൂരാട ദിന പൂക്കളം നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കി. ഇന്ന് നല്ല വെയിലും ഭയങ്കര തെളിച്ചമുള്ളൊരു മഴയൊന്നുമില്ല. ഇന്ന് നല്ല വെയിലൊക്കെയാ. അപ്പം നല്ല അടിപൊളി കാലാവസ്ഥയാ. അപ്പോൾ നമ്മുടെ പൂക്കളം കണ്ടില്ലേ സൂപ്പറായില്ലേ.
അങ്ങനെ നമ്മൾ പൂക്കളമൊക്കെ ഫിനിഷ് ചെയ്ത് പിന്നെ ഞാൻ നല്ലോണം മുടിയൊക്കെ ചീപ്പി പൗഡറൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് നല്ല പോലെ സുന്ദരിക്കുട്ടിയായിട്ട് ഇനി ഷോപ്പിങ്ങിന് പോവുക. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഇതുപോലെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടുതൽ ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും പറയണം. അപ്പോൾ ലവ് യു ഓൾ. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.